രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം ജപ്പാൻ പൂർണ്ണമായും തകർന്നിരിക്കുകയായിരുന്നു. കമ്പനികൾ അടച്ചുപൂട്ടി, തൊഴിലുകൾ നഷ്ടപ്പെട്ടു, ഭാവി എന്തായിരിക്കും എന്നറിയാതെ എല്ലാം അനിശ്ചിതത്വം. അപ്പോഴാണ് ഒരു യുവാവ് ഒരു ചെറിയ സ്വപ്നവുമായി മുന്നോട്ട് വന്നത്. ജപ്പാനെ ലോകത്തിനു മുൻപിൽ സാങ്കേതികവിദ്യയിലൂടെ ഉയർത്താം എന്ന് അവൻ പറഞ്ഞു. മാത്രമല്ല, പണം ഇല്ല, വലിയ കെട്ടിടമില്ല, ചെറിയൊരു വെയർഹൌസ് മുറിയിൽ വെച്ച് പഴയ ഉപകരണങ്ങൾ കൂട്ടിച്ചേർത്ത് തുടങ്ങിയിരുന്നു അവർ. ആദ്യ ഉൽപ്പന്നം ഒരു റൈസ് കുക്കർ. പക്ഷേ അത് പരാജയപ്പെട്ടു. അവൻ ഉപേക്ഷിച്ചില്ല. അവൻ പിന്നെയും ശ്രമിച്ചു. ഈ സമയം ലോകത്തിലെ ആദ്യത്തെ ട്രാൻസിസ്റ്റർ റേഡിയോ പുറത്തിറക്കി. ലോകം അത്ഭുതപ്പെട്ടു. ആദ്യമായി ജാപ്പനീസ് ഇലക്ട്രോണിക ഉൽപ്പന്നം അമേരിക്കൻ മാർക്കറ്റിൽ കടന്നു. ഇനി പിന്നോട്ട് നോട്ടമില്ല. റേഡിയോ, ടിവി, ക്യാമറ, ഗെയിമിംഗ് കോൺസോൾ ഒന്നിനൊന്നു പിന്നാലെ ലോകത്തെ കീഴടക്കി. ഇന്ന് കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആ ചെറിയ വർക്ക്ഷോപ്പിൽ നിന്ന് വളർന്നവയാണ്. ഒരു മനുഷ്യന്റെ സ്വപ്നം ജപ്പാനെ ലോകത്തിന്റെ സാങ്കേതിക മാപ്പിൽ എഴുതി. ഇന്ന് ലോകം അറിയുന്ന അയാൾ സോണി കോർപ്പറേഷന്റെ സഹസ്ഥാപകനും ജപ്പാനെ ആഗോള ഇലക്ട്രോണിക്സ് രംഗത്ത് മുൻനിരയിലെത്തിക്കാൻ വലിയ പങ്കുവഹിച്ച വ്യക്തിയുമാണ്. വോക്ക്മാൻ പോലെ വിപ്ലവകരമായ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ച് സോണിയെ ലോകപ്രശസ്ത ബ്രാൻഡ് ആക്കി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ഈ കഥയിലെ നായകന്റെ പേരാണ് അക്കിയോ മൊറിറ്റ.